എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ആമസോൺ ലിസ്റ്റിംഗിൽ നമ്മൾ ഫസ്റ്റ് ഇമേജ് കൊടുക്കേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആണ് എങ്ങനെയാണ് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്ത് കണ്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിന് ഒരുപാട് എഡിറ്റിംഗ് പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ, പിന്നെ ഏത് ആപ്പാണ് ഉപയോഗിക്കേണ്ടത്, ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ലിസ്റ്റിംഗ് ഇമേജിന്റെ ഫസ്റ്റ് ഇമേജ് നമുക്ക് എങ്ങനെയാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രൊഫഷണൽ വേ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യുന്ന വേണ്ട, നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് www.canva.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ ഈ വെബ്സൈറ്റിലേക്ക് വരും. അപ്പൊ ഇതിൽ നമുക്ക് നമ്മളെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റിംഗ് ഇമേജ് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ മുന്നേ ലിസ്റ്റ് ഡിസൈൻ ചെയ്ത ഒരു കുറച്ച് ഇമേജ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ സ്ക്രീനിൽ കാണിക്കണം പറഞ്ഞാൽ ഇതേപോലെ ഒരു ക്ലയന്റിന്റെ ഇമേജ് നമ്മൾ ഈ ക്യാൻവ സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്ത കുറച്ച് ലിസ്റ്റിംഗ് ഇമേജസ് ആണ്. കണ്ടാൽ നല്ല പ്രൊഫഷണൽ ആയിട്ട് തോന്നും. പക്ഷേ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞാല് 100% ഈ ഒരു ഒറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ സൈക്കിളിൽ വെക്കുന്ന ഒരു ബാഗാണ്. അപ്പൊ അതിന്റെ ഇമേജ്, ഫസ്റ്റ് ഇമേജ് ആണ് ഇത് വന്നിട്ടുള്ളത്. നല്ല നീറ്റ് ആയിട്ട് ഫസ്റ്റ് ഇമേജിന്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഈ ഒരു ബാഗിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അതിൽ വെക്കാം, ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ലിസ്റ്റിംഗ് ഇമേജിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ, അതായത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ സൈക്കിളിൽ വെക്കണതാണ്. സൈക്കിളിൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് മൊബൈൽ ഫോൺ വെച്ചിട്ട് നാവിഗേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലിസ്റ്റിംഗ് ഡിസൈൻ ചെയ്തതാണ്. നമുക്ക് ആമസോണിൽ 7 ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യുക. നമ്മളെ സെല്ലർ സെന്ററിൽ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പോകുമ്പോൾ ഏകദേശം 10 ഓപ്ഷൻ ഉണ്ടാവും. അതായത് 10 ഇമേജസ് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ അത് 10 ഇമേജസ് ഡിസൈൻ ചെയ്യണമെങ്കിൽ യാതൊരു അർത്ഥമില്ല. ആകെ 7 ലിസ്റ്റിംഗ് ഇമേജസ് എന്ത് ചെയ്യുള്ളൂ, ആമസോണ് വിസിബിൾ ചെയ്യുള്ളൂ. അതായത് നമ്മൾ 10 അപ്ലോഡ് ചെയ്താലും 7 മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആദ്യം കൊടുത്ത് 7 ഇമേജസ് മാത്രമേ നമുക്ക് ഒരു കസ്റ്റമറിനെ കാണാൻ സാധിക്കുള്ളൂ. ബാക്കി ഇമേജസ് ഒക്കെ അതിൽ ഹിഡൻ ആയി കയറാം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ 7 ഇമേജസ് മാത്രമേ നമ്മൾ ലിസ്റ്റ് ചെയ്താൽ മതി. ശരിക്കും ഒരു ആമസോണിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മാക്സിമം ഒരു 6 ഇമേജ് ഒക്കെ മതി. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് കൂടി ആഡ് ചെയ്ത് മൊത്തം 7 ഇമേജ് മാത്രം ആമസോണിൽ ഡിസൈൻ ചെയ്താൽ മതി. അതിൽ കൂടുതൽ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതില് ഈ ഒരു 4ാമത്തെ ഇമേജിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഈ ഒരു അതായത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് എത്ര വലുപ്പമുള്ള ഫോണുകൾ നമുക്ക്, മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ നമുക്ക് വെക്കാന്നാണ്. അപ്പൊ അതില് ഈ കൊടുത്തിട്ടുള്ള ഈ എല്ലാ ഡിസൈനിലുള്ള ഈ എല്ലാ സൈസിൽ വരുന്ന ഫോൺ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ക്രീനിന്റെ പ്രത്യേകതകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ക്രീൻ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ ഇമേജ്, 6ാമത്തെ ഇമേജ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സൈസ് ആണ്. ഈ ഒരു ബാഗിന്റെ സൈസ് എത്രയാണ് വരുന്നത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഏകദേശം ഐഡിയ മനസ്സിലാകും ഇതിന്റെ ഉള്ളിൽ എത്ര സാധനങ്ങൾ കൊള്ളൂ എന്നുള്ളത്. ഇപ്പൊ ഒരു മൊബൈൽ ഫോണിന്റെ നീളം ഇപ്പോ ഒരു 15 സെന്റിമീറ്റർ ആണെന്ന് ഒരു ഉദാഹരണം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് 24 സെന്റിമീറ്റർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളിൽ കൊള്ളൂ. പിന്നെ അതേപോലെ ഇതിന്റെ വീതി കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈറ്റ്, ലെങ്ത്, ബ്രെഡ്ത്ത്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കസ്റ്റമറിനെ ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലിസ്റ്റ് ഒരു ആമസോണിൽ നമ്മൾ ഒരു ഇമേജ് ആമസോണിൽ ലിസ്റ്റിംഗ് ഇമേജ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇതേ സെയിം കാര്യങ്ങളാണ് ഫ്ലിപ്കാർട്ടിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ആമസോണിലുള്ള സെയിം ലിസ്റ്റിംഗ് ആണ് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഇമേജസ് അവിടെ ഉപയോഗിച്ചാൽ മതി. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പൊ ഇതില് ഇനി നമ്മൾ കാണിക്കാൻ പോണെന്ന് പറഞ്ഞാല് എങ്ങനെയാണ് പിന്നെ ക്യാൻവയിൽ നമ്മളൊരു ഡിസൈനിന്റെ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വൈറ്റ് ആക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഇപ്പോ ഈ ഒരു സൈക്കിൾ എടുക്കുകയാണ്. ഈ ഒരു സൈക്കിൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെ വരുത്തിക്കലെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഫോൾഡർ പോയിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്ലോഡിൽ പോയിട്ട് ആദ്യം ഫസ്റ്റ് അപ്ലോഡ് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫയൽസിൽ പോയിട്ട് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് അത് വരും. പിന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് ഈ ഒരു സ്ക്രീനിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങോട്ട് വരും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിവിടെ സൈക്കിൾ എടുത്തുകയാണ്. അപ്പൊ ഇനി സൈക്കിള്
നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വലിപ്പം കൂട്ടാം, വേണമെങ്കിൽ കുറക്കുക, ക്രോപ്പ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇതെടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ഇമേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണും. അപ്പോൾ അതിന്മേൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒന്നിങ്ങനെ കറങ്ങിക്കാണ്ട് ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, അത് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യൂർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കാണ്ട് കിട്ടും. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ഈ ഒരു ക്യാൻവയുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞാല് ഇതിന്റെ പ്ലാൻ എടുത്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ മെമ്പർഷിപ്പ് പറഞ്ഞാൽ ഒരു മാസത്തിന് ഏകദേശം 500 രൂപ എടുത്തിട്ടുണ്ട്. അതൊരു വർഷത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 300 ആ റേഞ്ചിലാണ് വരിക. അപ്പൊ അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇത് കണ്ടില്ല, നല്ല നീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഇതിന്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കാണ്ട് നമുക്ക് കിട്ടി. ഈ ഒരു ഇതിന്റെ നമുക്ക് പ്രത്യേകിച്ച് ഒരു റിസ്കും ഇല്ല. ജസ്റ്റ് അതില് നമ്മള് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് നടിച്ചു കൊടുത്തപ്പോൾ ഒരു 10 സെക്കൻഡിനുള്ളിൽ നല്ല നീറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എഡ്ജസും പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരുന്നത്. ഇതിൽ നമുക്ക് ഒന്നുകൂടിയും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈക്കിളിന്റെ ഈ ഭാഗം വേണ്ട. അപ്പൊ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇത് ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്ക്ഗ്രൗണ്ട് റിമൂവർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ കൂടി വരും. അപ്പൊ അതും കൂടി നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിന് കാണിച്ചു തരാം. ഇനി ഇതല്ലാതെ ഫ്രീ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അതായത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റിംഗ് ആക്കാനും കൂടി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി, ഈ സൈക്കിളിന്റെ ഈ ഒരു ഭാഗം കൂടി വേണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ വീണ്ടും ചെയ്തു, ഫോട്ടോ ക്ലിക്ക് ചെയ്ത് പിന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ അടിച്ചു. അപ്പൊ അത് അടിച്ചു കഴിഞ്ഞാല് ഓക്കെ. അപ്പൊ നമ്മൾ എഡിറ്റ് ഇമേജ് അടിച്ച് ആ ഒരു ഓപ്ഷൻ നോക്കി കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഇങ്ങനെ 2 ഓപ്ഷൻ വരും, റീസ്റ്റോർ എന്നുള്ളതുണ്ട്, എറേസ് എന്നുള്ളതുണ്ട്. നമ്മളിവിടെ എറേസ് നോക്കി കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഭാഗങ്ങൾ മൊത്തം പോകും. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് ഡൺ അടിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ റീസ്റ്റോർ അടിച്ചു കഴിയുകയാണെങ്കിൽ നമ്മള് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എറേസ് ചെയ്ത ആ ഭാഗങ്ങൾ വീണ്ടും പഴയ പോലെ ആയിട്ട് വരും. അപ്പൊ ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ മെമ്പർഷിപ്പ് പറഞ്ഞാൽ ഇതിന്റെ മെമ്പർഷിപ്പ് നമ്മൾ കാൻവയിലെ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇനി ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിൽ പോകണം, remove.bg എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ remove.bg അടിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു പുതിയൊരു വിൻഡോയിലേക്കാണ് പോവുക. അപ്പൊ remove.bg അടിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരിക. remove.bg അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പൊ ഇതിൽ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ നമുക്ക് വേണ്ട ഒരു ഇമേജ് നമുക്ക് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡിംഗ് എന്നുള്ള ഓപ്ഷൻ വരും. അങ്ങനെ അപ്ലോഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, അത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിക്കാണ്ട് വരും. അപ്പൊ ഈ രീതിയിലാണ് അത് വരിക. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കാണ്ട് വരും. പക്ഷെ ഇത് നമുക്കൊരു അതിന്റെ ഒരു മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. ഫുൾ HD ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മെമ്പർഷിപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. നേരെ മറിച്ച് സാധാ ഒരു ഇമേജ്, അതായത് വലിയൊരു ക്വാളിറ്റി വേണ്ടെന്നുണ്ടെങ്കിൽ ഈ 500x500 അടിച്ചു കഴിഞ്ഞാൽ സാധാ രീതിയിൽ വരും. പക്ഷെ ഇതിന്റെ ഫുൾ മാക്സിമം ക്വാളിറ്റിയിലല്ല ഇത് വരുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലിസ്റ്റിംഗ് ഇമേജിന്റെ ഫസ്റ്റ് ഇമേജ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഈ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഏറ്റവും ഈസി ആയിട്ട്. അപ്പോ ഈ ചാനൽ റീഗ്രോ മീഡിയ മലയാളം എന്ന് പറയുന്നത് നമ്മള് സാമി അക്തർ എന്നുള്ള ഒരാളായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ ചാനലിൽ ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. ഇതിന്റെ മുന്നത്തെ വീഡിയോകളിൽ നമ്മൾ എങ്ങനെയാണ് ആമസോണിൽ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക, എങ്ങനെയാണ് നമ്മളൊരു നല്ല പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ ഇതിന്റെ മുന്നുള്ള എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ 15,000 രൂപയുടെ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ട കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ലിസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ചൂസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ ഇത് തുടങ്ങി കഴിഞ്ഞാൽ ആമസോൺ സെല്ലിംഗ് ഇ-കൊമേഴ്സ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് GST തീർച്ചയായിട്ടും വേണം. അപ്പൊ നമ്മൾ GST എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസമോ 2 മാസം നമുക്ക് സെയിൽസ് ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യുക. കാരണം ആദ്യത്തെ മാസം നമുക്ക് സെയിൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ
നമ്മൾ ജി എസ് ടിക്ക് ഒരു വലിയൊരു ഫീ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ നിൽ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കോഴ്സ് പറഞ്ഞ പോലെ 15,000 രൂപയുടെ കോഴ്സാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രമാണിച്ച് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ആ കോഴ്സ് കിട്ടേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.